എന്താ മോനെ അത്ര ആയായിരുന്നു ഈ തൊഴുത്ത് നിർമ്മിക്കാൻ എത്ര ആയി? ബാക്കി പൈസ എവിടെ നിന്നെടുത്ത്? ബാക്കി അമ്മയുടെ മേടിച്ചു. അതൊന്നും ആരെങ്കിലോടും പറഞ്ഞോ? ഇത് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലോടും? ഞാൻ കുട്ടതിന്റെ എല്ലാ ബില്ലുകളും മേഖലയിലേക്ക് കൊടുത്തായിരുന്നു, എല്ലാ ബില്ലും മൊത്തം. പക്ഷെ അവർക്ക് അത്രയും കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ഇത്രയും വലുത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. 1.5 ആക്കി തന്നതാണ്. ഇതിപ്പോ വലിയ ഷെഡാണ്, നല്ല ഷെഡാണ് കേട്ടോ. പൊളിഞ്ഞൊന്നും പെട്ടെന്ന് വീഴത്തില്ല. അതിന് നമുക്ക് വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പൊ എന്തായാലും പഞ്ചായത്തുകൾ സഹകരിക്കും, ബ്ലോക്ക് സഹകരിക്കും, ജില്ല സഹകരിക്കും. ഞങ്ങൾ അവരെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് പരമാവധി ഫണ്ട് സ്വരൂപിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യാം. അതിലൂടെ അവർക്ക് വേണ്ടുന്ന സഹായം നമുക്ക് ചെയ്തു കൊടുക്കാം. ഈ 5 ബസ്സുകൾ എന്നാണ് ഇവർക്ക് കൊടുക്കുക? ഒരാഴ്ചയ്ക്കും കൊടുക്കും. അതുമല്ല മിൽമയുടെ 45,000 രൂപ അന്ന് തന്നെ കൊടുക്കും. ചിലപ്പോൾ അതിന് ഞങ്ങളും കൂടെ നേരിട്ട് വന്നിരിക്കും. 5 പശുക്കൾ നല്ല ഇനം പശുക്കൾ, അത് 5 ഞങ്ങൾ ഇൻഷുർ ചെയ്യും. ഒരു പശു മരണപ്പെട്ട 1 ലക്ഷത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയും തിരിച്ചു കിട്ടും. അങ്ങനെ തന്നെ ചെയ്യും. അത് ഞങ്ങളുടെ തന്നെ വകുപ്പിന്റെ KLDB ബോഡിയിൽ നിന്ന് എടുക്കും. മൂന്നാറിലോ മാട്ടുപ്പെട്ടിയിൽ നിന്ന് എടുക്കും. നല്ലയിനം പശുക്കൾ അവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ നല്ലയിനം പശുക്കളല്ല ഇവിടെ ഉള്ളത്, സാധാ പശുക്കളല്ല ഉള്ളത്. നല്ല തീറ്റയൊക്കെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൃഷി കുറച്ചുകൂടെ പുൽകൃഷി നല്ലപോലെ നടത്തണം. ഇച്ചിരി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ വാടകയ്ക്ക് വേണ്ട, ആരെങ്കിലും ചോദിച്ചാൽ അത് തരും. പിന്നെ ഒന്ന് ചെയ്യേണ്ടത് ഈ സ്റ്റാഫ് കട്ടർ മേടിക്കും. കാരണം ഈ എന്താണ് പൈനാപ്പിളിൻ്റെ ഇത് കട്ടി നല്ല പാലാണ് കിട്ടും, നല്ല കട്ടി പാല് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഫണ്ട് കിട്ടുമ്പം നമ്മുടെയോ അല്ലാതുള്ള കുറച്ച് ഫണ്ട് ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് സ്റ്റാഫ് കട്ടറിലൂടെ മേടിച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് അത് പെട്ടെന്ന് അരിഞ്ഞു കൊടുക്കാം. ഇപ്പം മോന് പഠിക്കാനൊക്കെ പോകാനും പറ്റും കേട്ടോ. ശരി മോൻ, എല്ലാ സഹായം ഒരു ബുദ്ധിമുട്ടും വരും. ഞാനത് പറയാൻ വിട്ടു. 1 മാസത്തെ കാലിത്തീറ്റയും മോന് തരും കേട്ടോ. കേരള ഫീഡ്സിൻ്റെ 1 മാസത്തെ ഇത്രയും പശുക്കൾക്ക് കൊടുക്കാനുള്ള കാലിത്തീറ്റയും കൂടെ ഇവിടെ എത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ ചെയ്യുക. അവരോട് പറഞ്ഞുകൊണ്ട് ഇറക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 5 പശുവും കൂടെ വരുമ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാം. അടുത്ത ആഴ്ച തന്നെ ചെയ്യാം. ഒരു ദിവസം പോലും നമ്മൾ നീട്ടി വെക്കത്തില്ല. പിന്നെ കാലിത്തീറ്റ ഒരു പുതിയ നയം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു പദ്ധതി അല്ലല്ലോ. ഈ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ലിൽ കാലിത്തീറ്റ കഴിച്ച് മരണപ്പെടുന്ന പശുക്കൾ ഏതെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ, ജയിലിലടയ്ക്കാനുള്ള നടപടികൾ, അവർക്ക് പണം കെട്ടി വയ്ക്കാനുള്ള എല്ലാ നടപടികളും ആ ഒരു സ്കീമിലൂടെ വരാൻ പോവുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ പ്രാബല്യത്തിൽ വരും. ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന്, ഒപ്പിട്ടിട്ടുണ്ട്, വളരെ പെട്ടെന്ന് അത് നടപ്പിലാക്കാനുള്ളൊരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം കഴിഞ്ഞ 6 മാസക്കാലത്തിന് മുമ്പ് കേരളത്തിൽ ഒട്ടനവധി പശുക്കൾ മരണപ്പെട്ടു. അത് കേരളത്തിൽ കൊണ്ടുവന്ന ഒരു കാലിത്തീറ്റയിൽ നിന്നാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഒരു നടപടികൾ എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇനിയുള്ള കാലിത്തീറ്റ, ഏറ്റവും ഗുണനിലവാരമുള്ള കാലിത്തീറ്റ മാത്രമേ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അതിനുള്ള പദ്ധതികളാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബില്ലാണ് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞങ്ങളിപ്പോൾ പാസ്സാക്കിയത്.